ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് തൃക്കാർത്തിക ദിവസമാണ്. ലക്ഷ്മി ദേവിയുടെ ജന്മദിനം, അതായത് തൃക്കാർത്തിക വെള്ളിയാഴ്ചയാണ്. പിന്നെ വൃശ്ചികത്തിലെ വെള്ളിയാഴ്ച, അതുപോലെ തന്നെ 2 ദിവസത്തിനകം പൗർണമി വരുന്നുണ്ട്. അപ്പോൾ 12 പോർട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു റീഡിങ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാവരും ദേവിയെ സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നുമില്ലേലും സർവമംഗളമംഗല്യ എന്നെങ്കിലും ജപിക്കാം. അതുമല്ലെങ്കിൽ ലക്ഷ്മി അഷ്ടകം അറിയാവുന്നവർ അത് ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി അഷ്ടകം അറിഞ്ഞുകൂടായെങ്കിൽ അതിലെ 3-4 വരികളുള്ള ഒരു ശ്ലോകം തന്നെ ജപിക്കാവുന്നതാണ്. അതായത് സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഈ ഒരു 4 വരിയെങ്കിലും ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ മാറി വളരെയധികം സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും ഇന്നത്തെ ദിവസം വൈകിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം ചിരാതുകളൊക്കെ തെളിച്ച് വീടിൻ്റെ മുൻപിൽ വയ്ക്കുക, അല്ലെങ്കിൽ വീടിനകത്ത് 5 തിരിയിട്ട വിളക്ക് കത്തിച്ച് വയ്ക്കുക, പ്രാർത്ഥിക്കുക. എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും മറ്റുള്ള മാലിന്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക. ദേവിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വീണിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ലേ? പെൻറ്റക്കിളിൻ്റെ എനർജി, ലക്ഷ്മി ദേവിയുടെ പേര് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ധനമാണ് വരുന്നത്. വെൽത്ത് വന്നിട്ടുണ്ട്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. എന്തൊക്കെയാണ് മറ്റ് സന്തോഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ്, Queen of Swords, Five of Pentacles, the World, Death and Rebirth, the Devil, 6 of Swords, Page of Swords, Knight of Wands, നൈറ്റ് ഓഫ് സോർഡ്സ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ 3 ഓഫ് സോർഡിൻ്റെ എനർജിയിലായിരുന്നു ഇത്ര നാൾ. പക്ഷേ ഇവിടെ നിന്നും എന്തോ നിങ്ങൾക്ക് ഇവിടെ റിലീസ് ആവാനുള്ള സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ അത് മനസ്സിൽ നിന്നും കളഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ പെൻറ്റക്കിളിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരും. ഇന്നത്തെ ദിവസത്തേക്ക് വളരെ നല്ല എനർജിയാണ്. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. എല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുമാറുന്നു. മറ്റുള്ള നെഗറ്റീവായ എനർജി എല്ലാം നിങ്ങളിൽ നിന്ന് ഇവിടെ വിട്ടുമാറുന്ന ഒരു
സന്ദർഭമാണ് വരാൻ പോകുന്നത്. അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ്, അതായത് കൊടുക്കാനും വാങ്ങിക്കാനും ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് നടത്താനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു പ്രോഗ്രസ് ഇല്ലാതെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. അതുപോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. അടുത്തായിട്ട് 2 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. കണ്ടില്ലേ, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, നെഗറ്റീവായ ഒരു ജീവിതത്തിൽ തളച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞിരുന്ന ഒരു ആരോ തളയ്ക്കപ്പെട്ടതുപോലെ കഴിഞ്ഞിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാ ജീവിതത്തിൽ നിന്ന് ഒരു സന്തോഷവും ഇല്ലാതെ കഴിഞ്ഞിരുന്ന അവസ്ഥകളുണ്ടായിരുന്നു. എല്ലാം സ്വരൂപിച്ച് കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്കായി പോയ അവസ്ഥയുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ ഡബിൾ എനർജി കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെയൊരു സന്ദർഭം കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതുവഴിയാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും കാണുന്നുണ്ട്. ഡിവോഴ്സായി, അല്ല എങ്കിൽ സെപ്പറേഷനായി, ബ്രേക്കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ് ആയിരുന്നിരിക്കണം. പക്ഷെ അത് അവിടെ പെട്ടെന്നാണ് നെഗറ്റീവായിട്ടുള്ള എനർജി വന്ന് നിങ്ങളെ ഇത് സെപ്പറേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എവിടെയാണോ നിങ്ങൾക്കെല്ലാം നശിച്ചു പോയത് അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സമൃദ്ധിയിലേക്ക് വരാനുള്ളത്. നഷ്ടപ്പെട്ടിടത്ത് നിന്ന് എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ കുടുങ്ങാനുള്ള ഒരു സമയം വരികയാണെങ്കിൽ അതിനെ അവിടെ ബുദ്ധിപൂർവ്വം തടയിടണം. ബുദ്ധിപൂർവ്വം നിങ്ങൾ പ്രവർത്തിച്ചിന്ന് മുന്നോട്ട് പോകണം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു അവസ്ഥ ഡെത്ത് റീബർത്ത്, ഡെത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് റീബർത്താണ്, പുനർജന്മം വരുന്നത് സമൃദ്ധമായ ലൈഫിലേക്കാണ് പോകുന്നത്. സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങളുടെ ബുദ്ധി വികസിച്ചു, ബുദ്ധി കുറച്ചുകൂടി കൂടുതലായിട്ട് വന്ന ഒരു അവസരം. അതുപോലെ തന്നെ നല്ല വിവേചന ശക്തി വന്നിട്ടുണ്ട്. കാര്യങ്ങളെ ബോധപൂർവം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരു വിവേചന ശക്തി വന്നിട്ടുണ്ട്. നല്ലതേത് മോശമേത് അവബോധം കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, ആവശ്യമില്ലാത്തതിനെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടില്ലേ, 8 ഓഫ് കപ്സ് കണ്ട് ഇത്രയും ഭൗതികപരമായ ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവികതയിലേക്ക് നീങ്ങുന്നു. മനസ്സിലായി. ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുമെന്ന് ഇന്നെല്ലാവരും ഉപവസിക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു. ഒരുപാട് പേരുടെ ആ ഒരു എനർജിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്, ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഭൗതികപരമായ എല്ലാ സന്തോഷങ്ങളെ എല്ലാം കളഞ്ഞിട്ട് ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ദൈവികതയിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് നടന്നു നീങ്ങി ഇന്നത്തെ ദിവസം ഇതൊന്നും എനിക്കിനി വേണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്കിനി ഇതൊന്നുമേ വേണ്ട എന്ന് കരുതിയിട്ട് ഈ വക സന്തോഷങ്ങളെ കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങുന്ന എനർജി വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കണ്ടില്ലേ, ഇത് തന്നെ വളരെയധികം സമാധാനം തരുന്ന ഒരു കാഴ്ചയാണ്, അല്ല ആ ഒരു എനർജി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം, മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെ 6 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വളരെ വളരെ സ്പീഡിൽ സമൃദ്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നിങ്ങളുടെ പൂർവികർ ആൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരുന്നത് ആൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയാനുള്ളതാണ്. ഇവിടെ ഈ 2 കാർഡ്സ് തന്നെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്നതാണ് ഇന്നത്തെ ദിവസം. കണ്ടില്ല, വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇത് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ജോലി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ജോലിക്ക് പോവുക, അല്ലെങ്കിൽ മറ്റ് വീട് കൊള്ളരുതാത്ത വീടിനെ അല്ലെങ്കിൽ മോശമായ വീടെന്ന് തോന്നിയിട്ട് അതിനെ കളഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക, അല്ല എങ്കിൽ ജോലി ഒരിടത്തുനിന്ന് ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോവുക, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും മോശമായിട്ടുണ്ട് എന്ന് തോന്നിയതിനെ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ അത് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഈ 2 കാർഡ്സും അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് കപ്സ് പറയുന്നത് 6 ഓഫ് സോർഡ്സ്, രണ്ടും ഒരേപോലെയുള്ള മീനിങ് ആണ്. ഒരേപോലെ നിങ്ങൾ ഇന്ന് ഒരുപാട് പേര് ഇന്നത്തെ ദിവസം ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതും
ദൈവികമായ എനർജിയിലൊന്ന് കണക്റ്റ് ആവുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് പലർക്കും ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ. ഫ്രീഡം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്, മാനസികമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു. അവിടെയാണ് ഫ്രീഡം കിട്ടുന്നത്, അല്ലേ? മാനസികമായ സന്തോഷം ഉണ്ടാകുമ്പോൾ തന്നെയും എന്താണ്, ഒരു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ. മാനസികമായ സന്തോഷം ഇല്ലാതിരിക്കുന്നത് എപ്പോഴാണ്, മറ്റുള്ളവരുടെ അടിമയായി കഴിയുമ്പോൾ, മറ്റുള്ളവർ ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, മറ്റുള്ളവർ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കേണ്ടതായ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഫ്രീഡം ഇല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇനി ഇപ്പോൾ ഒരു അവസ്ഥയെ നേരിടേണ്ടി വരുന്നില്ല. ഇവിടെ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വളരെ നല്ല ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളെ മറ്റുള്ളവർ അനുസരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ നല്ലൊരു സ്ഥാനം ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശമാണ്, യുവത്വത്തിൻ്റെതായ ആവേശം, നല്ല എനർജറ്റിക് ആയിട്ട് എത്ര പ്രായമുള്ളവർക്കായാൽ പോലും ഇന്നത്തെ ദിവസം കുറച്ചുകൂടിയും, കാരണം എന്താണ്, സ്പിരിച്വലി കുറച്ച് അവേക്കണിങ് വരുന്ന ഒരു സമയമാണ്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും കുറച്ചൊരു ആവേശം കാണും. ഏത് കാര്യത്തിലും മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാനോ മുന്നോട്ടൊരു തുടക്കം കുറിക്കാനോ ഒക്കെയും നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുക, പുതിയ തുടക്കങ്ങൾ വരിക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്കലായിട്ട് ഒരുപാട് അട്രാക്ഷൻ തോന്നിയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അവിടെ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നതുമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇത് സംഭവിച്ചാൽ തന്നെയും ഇവിടെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ തന്നെയും ചിലപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം. രണ്ടുപേർക്കും ഒന്ന് വേർപിരിയണം എന്ന് കുറച്ചൊരു അകൽച്ച വരുന്ന ഒരു എനർജി. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സോർട്സ് ആണ്. പിന്നീട് വേൾഡും വന്നിട്ടുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സ്റ്റെപ്പ് ആയിരിക്കുന്നു പല കാര്യങ്ങളിലും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഒരു പ്രശ്നമാണ്, ഒരു വിഷമകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി കുറച്ച് ദിവസം ഒന്ന് സൈലൻ്റായിട്ട് ഇരുന്നാൽ തന്നെയും പിന്നീട് നിങ്ങൾക്ക് നല്ല എനർജി ലഭിച്ചിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. ആ കാര്യങ്ങളെ നിങ്ങൾക്ക് സാധ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ വേൾഡ് കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് വിദേശത്ത് പോകാനൊക്കെ ഉള്ളത് ഒരു കാര്യം നിങ്ങൾ എൻഡ് ആക്കിയിട്ട് പിന്നെ വീണ്ടും ഒന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ മോശകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിവിടെ എൻഡ് ആക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ ഡെത്ത് വന്നിട്ടുണ്ട്, പിന്നെ റീബർത്ത് വരുന്നുണ്ട്. അതുപോലെയാണ് വേൾഡിൻ്റെ ഒരു അവസ്ഥയിൽ എല്ലാം എൻഡ് ആവുന്നുണ്ട്. ഇവിടെ വീണ്ടും നിങ്ങൾ തുടങ്ങുകയാണ്. എന്ത് തുടങ്ങുകയാണ്? നല്ലൊരു ലൈഫിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് ഒരു യാത്ര തുടങ്ങുന്ന സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ വരുന്നുണ്ട്. എന്ത് രക്ഷയ്ക്കാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മെസ്സേജുകൾ വരാം, നിങ്ങൾക്ക് ചില കാളുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വരാം, അല്ല എങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാം. അതുപോലെ നല്ല എനർജിയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളെ ആരൊക്കെയോ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവികമായ ഒരു എനർജി നിങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു ദൈവികമായ എനർജിയാണ്. കാരണം ഇത്ര സ്പീഡിൽ നിങ്ങൾക്കൊരു രക്ഷ തരാൻ വേണ്ടി വരുന്ന ഒരു എനർജിയാണ്. ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് പേർക്ക് ദൈവികമായ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് സ്ഥിരമായി സ്ഥായിയായി നിലനിന്ന് പോകുന്ന, അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. നിലനിർത്താൻ നിങ്ങളെ കൊണ്ടത് കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്, അങ്ങോളവും. അപ്പോൾ അങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇത് എല്ലാവരും കുറച്ചൊന്ന് സന്തോഷമായിരിക്കൂ എന്ന് എനിക്കിവിടെ പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്കിക് ഒറക്കിൽ നോക്കാവേ, എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷം വരുന്നതെന്ന് നോക്കാം.
കണ്ടില്ലേ, ഇന്ന് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. 4 ആണ് നമ്പർ. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊരു കാര്യത്തിലും കണ്ടില്ലേ, ധാരാളമായിട്ട് ദൈവികമായ എനർജി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരാതിരിക്കില്ല. അങ്ങനെ അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം, നിങ്ങൾക്ക് നല്ലൊരു അവബോധമുണ്ടാകുന്നു, നല്ല പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഉണർവ് സംഭവിക്കുന്ന ദിവസം കൂടിയാണ്. അതുവഴി നിങ്ങൾക്ക് നല്ല ജീവിതത്തിന് തന്നെ നല്ലൊരു മാറ്റം സംഭവിക്കും. കാരണം എന്താണ്, വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡാണ്. കണ്ടില്ലേ, പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ വെളിച്ചം കണ്ടുള്ള യാത്രയാണ്. ഈ ഒരു യാത്രയിലേക്ക് പോവുകയാണ് നിങ്ങൾ. ഇതേപോലെ എനർജി ഇവിടെ രണ്ടിടത്തും വന്നിട്ടുണ്ട്. നിങ്ങൾ മോശകരമായതിനെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റ് എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട്, മറ്റ് ചിന്തകളെ, ഭൗതികമായ സന്തോഷങ്ങളെ എല്ലാം വെടിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെയും ഉള്ളത്. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. കണ്ടില്ലേ, ഇതിൽ പരം ഇനി എന്താണ് വേണ്ടത്? വളരെയധികം സന്തോഷകരമായ വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, ഇരുളിൽ നിന്നും. കണ്ടില്ലേ, ഇവിടെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബ്രൈറ്റ്നെസ്സുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെയുള്ള. ശനീശ്വരൻ്റെ അനുഗ്രഹമാണ്. 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് 4 ആണ് നമ്പർ. കണ്ടില്ലേ, ഇവിടെയും സന്തോഷകരമായ എനർജിയാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സാധ്യമാകുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഉൾവിളികളെ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് ലഭിക്കുന്നു. ഉൾവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉള്ളിലെ പ്രകാശത്തിൽ നിന്ന്. ഉള്ളിൽ പ്രകാശം എങ്ങനെയാണ് വരുന്നത്? മാലിന്യത്തെ നീക്കം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇന്നത്തെ ദിവസം കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. കൃഷ്ണ സർക്കിളൊന്നും നോക്കാവേ, നല്ലൊരു ദിവസമല്ലേ, നമുക്കിന്ന് കൃഷ്ണ സർക്കിളൊന്ന് നോക്കാം. 2 കാർഡ്സ് എടുക്കാവേ. ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കും, എന്നാലും ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇവിടെ ബി പോസിറ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഷെയർ യുവർ ബൗണ്ടീസ് നോക്കാം നമുക്ക്. യു ഹാവ് ഇനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സം എക്സ്ട്രാ ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. റിമെമ്പർ ദ ഗോൾഡൻ റൂൾ, വാട്ട് യു ഗിവ് യു ഗെറ്റ് ബാക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സാമ്പത്തികമോ എന്താണോ നിങ്ങളിൽ അധികമായിട്ടുള്ളത്, അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ തയ്യാറാവണം. സ്വത്തുക്കളായാലും എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ആർക്കും കൊടുക്കാത്ത ഒരവസ്ഥ വരരുത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വരുമാനം അനുസരിച്ച് എന്തെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള നല്ല മനസ്സുണ്ടോ, അത് അവർക്ക് ദാനം ചെയ്യാവുന്നതാണ്. പത്രമറിഞ്ഞ് ദാനം ചെയ്യുക. ആവശ്യമില്ലാത്തവർക്ക് കൊടുത്തിട്ട് പ്രയോജനമില്ല, ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, കൊടുത്ത് സഹായിക്കാം. അങ്ങനെ എന്താണ് നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങൾ ഒരാളിനെ സഹായിച്ചാൽ മറ്റൊരാൾ നിങ്ങളെ സഹായിക്കാൻ കാണും. മനസ്സിലായില്ല? ആരെയും സഹായിക്കാത്ത ഒരു ജന്മമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളങ്ങനെ മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരികെ എന്തായാലും ലഭിക്കും, യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുന്നത് ഇതാണ്. അതുപോലെ ബി പോസിറ്റീവ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്, നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് എ ഡിവൈൻ പ്ലാൻ ഈസ് വർക്കിംഗ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയുക, മോശമായതും അനാവശ്യമായതും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള കാര്യങ്ങളായാലും അതിലെന്താണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, മോശമായതിലും നല്ലതിലും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ദൈവികമാണ്. ദൈവത്തിൻ്റെ പ്ലാനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സമയമുണ്ടാകും, അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. മനസ്സിലായോ? നല്ല സമയം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നാണ് ഭഗവാൻ കൃഷ്ണനോട് പറയുന്നത്. നമുക്കിന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. നമുക്ക് നോക്കാവേ, ഇന്ന് എന്താണ് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഭാഗ്യം.
ഡോഗ്സ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പൈനാപ്പിളാണ്. റീകൺസിലേഷൻ നടക്കുന്നുണ്ട്. പിരിഞ്ഞു പോയവർ തമ്മിലുള്ള ഇന്നത്തെ ദിവസം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് വളരെ സന്തോഷമായല്ലോ എല്ലാവർക്കും അല്ലേ. ഇവിടെ ടോർച്ച് വന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻലൈറ്റ്മെൻറ്റ് കണ്ടില്ലേ. ഇവിടെ പ്രധാനമായിട്ടും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഈ ഒരു എനർജി വന്നിരിക്കുകയാണ്. ദൈവികമായ ഒരു എനർജി എല്ലാവരിലും വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. കാരണം സ്പിരിച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, എൻലൈറ്റൻമെൻറ്റ്, അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഇത്രയും ഇതിൽ കൂടുതലായിട്ട് എന്താണ് വേണ്ടത്? നല്ല ഉണർവ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. ഒരു പ്രകാശം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സ്പിരിച്വലായിട്ട്, ആത്മീയപരമായിട്ട് മനസ്സിലായ ദൈവികപരമായ എനർജിയാണ് അത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇവിടെ വീൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ലവിങ് യുവർ ലൈഫ് ടു റാമ്പിൾസ് എയിംലെസ്ലി. ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയത്തിന് ഒരു വ്യത്യാസം വരുന്നുണ്ട്, എനർജിക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. മുന്നോട്ട് നിങ്ങളുടെ ഭാഗ്യ സമയമാണ് എന്നാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി കണ്ടില്ലേ. ഇവിടെ നിങ്ങളിലേക്ക് റൊമാൻസ് വരുന്നുണ്ട്, അതിനുള്ള സെലിബ്രേഷൻ വരുന്നുണ്ട്, പാർട്ടിക്ക് പങ്കെടുക്കാനുള്ള സമയം വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു എനർജിയാണ്. മൈസാണ് ഡിസ്കോർഡ് എമംഗ് ഫ്രണ്ട്സ് ഓർ ഫാമിലി. ഇവിടെ ആരൊക്കെയോ ചിലപ്പോൾ ഫാമിലിയിലായിരിക്കും, ഫ്രണ്ട്സിൻ്റെ ഇടയിലോ എന്തെങ്കിലും ഒരു ഡിസ്കണക്ഷൻ വരുന്നുണ്ട്. അതല്ലേ തന്നെ ഇന്നത്തെ ദിവസം വന്ന് പലർക്കും ഒരു ഡിസ്കണക്ഷൻ വരും, ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇന്ന് ദൈവികതയിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ബാസ്ക്കറ്റാണ് റെക്കഗ്നേഷൻ, റിവാർഡ് ഫോർ മെറിറ്റ്. നിങ്ങൾക്കൊരു റിവാർഡ് വരുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് എന്തെങ്കിലും ഒരു റിവാർഡ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം. അതുപോലെ ഞാൻ എക്സൈറ്റിങ് ഇവൻ്റ് കണ്ടില്ലേ, നല്ല ഒരു അതിശയിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ സമ്മൺ വിൽ ഗോസിപ്പ് അബൌട്ട് ഓൾ യുവർ സീക്രട്സ്. ആരോ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളെല്ലാം ചോർത്തിയിട്ട് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്ന ഒരു നിമിഷം ഉണ്ടാവും ഇന്നത്തെ ദിവസം എന്ന് അത് വളരെയധികം സൂക്ഷിക്കുക. ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസം എന്താണ്, നിങ്ങൾക്ക് ഫ്രണ്ടുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ക്ഷേത്രങ്ങളിൽ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് പോകുമ്പോൾ പണ്ടത്തെ ഫ്രണ്ട്സിനെയൊക്കെ കാണാം. അതായത് നിങ്ങളുടെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ പഴയ അകന്ന റിലേറ്റീവ്സിനെയൊക്കെ ഇന്ന് കാണാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നു. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് ഈ വന്നിട്ടുള്ളതെല്ലാം. അപ്പോൾ എല്ലാവരിലും ഇതെല്ലാം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.